ഇന്ന് ഞാൻ വന്നില്ല അമ്മാമ്മയുടെ കർക്കിടക സ്പെഷ്യൽ ചേമ്പുംതാളും പരിപ്പായിട്ടാണ്. ഇത് കർക്കിടക മാസത്തിലത്തെ പത്തിലക്കറികൾ ഒന്നാണ്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കറിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 3 ചേമ്പുംതാളാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. തണ്ടോട് കൂടി തന്നെ എടുക്കണം. എന്നിട്ട് ഇതുപോലെ മടക്കി അരിയുക. ഇതിനെ തിരിച്ചു വെച്ചൊന്നും കൂടി ചെറുതാക്കി അരിയണം. ഇനി നമുക്ക് തണ്ട് എങ്ങനെയാണ് അരിയുന്നത് നോക്കാം. ഓരോ തണ്ട് എടുത്ത് അതിന്റെ പുറം തൊലി ഇതുപോലെ ചീന്തി കളഞ്ഞ് നൈസായി അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 5-6 പച്ചമുളകാണ്. ഇത് നമ്മുടെ പറമ്പിലുണ്ടായ ചൂനമുളകാണ്. അത് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് ഒനിയനും കൂടാതെ പരിപ്പുമാണ്. പരിപ്പെന്ന് പറയുമ്പോൾ സാമ്പാർ പരിപ്പാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ് സാമ്പാർ പരിപ്പാണ്. സവോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. കൂടാതെ നമുക്കിതിലേക്ക് പുളി ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് നെല്ലിക്ക വലുപ്പമുള്ള കുരുക്കല്ലിന കോൽപ്പൊളി ഒരു ഉരുളെടുത്ത് വെള്ളത്തിലിട്ടേക്കുക. നമുക്കിതിലേക്ക് 1 മുറി നാളികേരം ചെരുവിയതും 10 ചുവന്നുള്ളിയും 1 അല്ലി വേപ്പിലയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. ഇനി നമ്മൾ പരിപ്പ് വേവിക്കുന്നതിനായി കുക്കറിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കുക. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. അതിനുശേഷം അതിലേക്ക് ചേമ്പുംതാൾ അരിഞ്ഞു വെച്ചതും സവോള അരിഞ്ഞു വെച്ചതും മുളക് അരിഞ്ഞു വെച്ചതും ചേർത്ത് 1 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കുക്കർ 1 വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇനി കുക്കർ പതുക്കെ ഓപ്പൺ ചെയ്ത് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയും അതുപോലെ തന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് കുറേശ്ശെ ചേർത്ത് ഒന്ന് തിള വരുന്ന വരെ ചൂടാക്കുക. അധികം തിളക്കാൻ പാടില്ലേ. ഇപ്പോൾ നമ്മുടെ ചേമ്പുംതാൾ ഒരു തിള വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഇറക്കി മാറ്റി വെക്കുന്നു. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവ എന്നിവ ആവശ്യത്തിന് ചേർത്ത് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് വറുത്ത് കോരി അത് നമ്മുടെ ചേമ്പുംതാളിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരല്പം നേരം മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ ചേമ്പുംതാൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് പകർത്തി 2 പപ്പടവും വറുത്ത് നമുക്കൊരു അടിപൊളി ഊണ് കഴിക്കാം.